ഓക്കെ സോ ഓൾമോസ്റ്റ് ഒരു കൊല്ലത്തിന് ശേഷമാണ് ഞാൻ വീഡിയോ ഇടുന്നത്. ആൻഡ് അതിൻ്റെ ഇടയിൽ ഒരു ഹ്യൂജ് ഇമ്പ്രൂവ്മെൻ്റ് ഉണ്ടായി, അത്രേ ഉള്ളൂ, വേറൊന്നുമില്ല. ആദ്യമൊക്കെ ഞാൻ മൊബൈലിൽ മാത്രമാണ് ഗെയിം പ്ലേക്കും കാര്യങ്ങളൊക്കെ ഇടാറ്. പക്ഷേ ഈ പ്രാവശ്യം എനിക്കൊരു പി സി കിട്ടി. ആൻഡ് ആ പി സി അത്ര വലിയ പി സി ഒന്നുമല്ല, നന്നായിട്ട് സാധാരണ അത്യാവശ്യം ഗെയിമൊക്കെ ഉണ്ടാവും, എന്നാലും വലിയ പെർഫോമൻസ് ഒന്നുമില്ല. അങ്ങനത്തെ ഒരു നോർമൽ പി സി, ഒരു സർവ്വസാധാരണ പി സി എന്നെല്ലാം പറയൂലേ, അങ്ങനത്തെ ഒരു ടൈപ്പ് പി സി ആണ്. അപ്പം അതത്രേ ഉള്ളൂ. സോ ഞാൻ ട്രെയിലർ ഇട്ടുണ്ടായി ചാനലിൽ. ആൻഡ് ട്രെയിലർ എന്ന് പറയുമ്പോൾ ഒന്നുമില്ല, ഈ ഗെയിമിൻ്റെ ഇൻട്രോ മാത്രമേ ഉള്ളൂ. ഇത് ഗെയിം എന്ന് വെച്ച് കഴിഞ്ഞാൽ ദിസ് ഈസ് നീഡ് ഫോർ സ്പീഡ് ഹോട്ട് പർസ്യൂട്ട് 2010. റീമാസ്റ്റേർഡ് അല്ല, നോർമൽ 2010. സോ ഈ റെക്കോർഡിങ്ങിൻ്റെ സമയം ഇവിടെ കിടക്കൂട്ട, സോറി, എനിക്ക് ചെയ്യാൻ പറ്റൂല. ഓക്കെ, അതെന്തായാലും ആട്ടെ. സോ നമ്മളിന്ന് അധികമൊന്നും ചെയ്യില്ല, ഒരു ഇൻട്രൊഡക്ഷനാണുള്ള പുതിയൊരു തുടക്കത്തിൻ്റെ ചാനലിൻ്റെ പി സി ഗെയിംസും കൂടി ഇൻക്ലൂഡ് ചെയ്യണമല്ലോ. അപ്പം അതിനുള്ളതേ ഉള്ളൂ, എന്തായാലും അതിനുള്ളതുണ്ട്. ഓക്കെ, സോ നമ്മളിന്ന് കരിയർ മോഡൊക്കെയാണ് കളിച്ചിരിക്കുന്നത്. അതൊരു അത്രേ ഉള്ളൂ. ഇവിടെ അലമ്പിത്തിരിഞ്ഞ ഇടയ്ക്ക് വലിയ രസമില്ല ഗെയിമില്ല, അതുകൊണ്ട് ഞാൻ ഓക്കെ. സോ നമുക്ക് ആദ്യത്തെ എടുക്കാം, കംപ്ലീറ്റ് കൺട്രോൾ. ഓക്കെ, ഞാൻ ഇതെൻ്റെ ഫോൺ വെച്ചിട്ടുണ്ട് വോയിസ് റെക്കോർഡ് ചെയ്യണേ. പി സിക്ക് നെഗറ്റീവായിട്ട് സ്ക്രീൻ റെക്കോർഡ് ചെയ്യുന്നുണ്ട്, എൻ്റെ കയ്യിൽ മൈക്രോഫോൺ ഇല്ല. സോ ലിമിറ്റേഷൻസ് ഉണ്ടാവും, അതൊക്കെ ഒന്ന് മൈൻഡിൽ വയ്ക്കുക. സോറി, അൾട്ടിമേറ്റ് റോഡ് കാർ ഇതും വേണ്ട, അടിയിലെടുക്കുക. ഓക്കെ, സൈഡ് വിൻഡോ. ഓ, മസറാത്തി ക്വാഡ്രോപോർട്ട് സ്പോർട്ട് GTS ആണ്. അല്ല, വേറെ ഏതെങ്കിലും വണ്ടി എടുക്കാൻ കിട്ടുമോ നോക്കട്ടെ. ഉണ്ടെങ്കിൽ അതെടുക്കാം. 8C. ഓഹോ, ശരി. ഗ്രാൻഡ് കാബ്രിയോ 433. നോക്കാം, നീഡ് ഫോർ സ്പീഡ് സിനിമയിലെ വണ്ടിയുടെ ആ കളർ അങ്ങോട്ട് പിടയ്ക്കാം. ഓക്കെ, സോ വി ആർ ഇൻ ഗെയിം. Expert races uses nitros to exit returns to the failure nitros positive driving. Okay, enter. Okay, press enter to skip. ഇത് നമ്മൾ നോക്കേണ്ട ആവശ്യമില്ല. ഓക്കെ, യെസ്. സോ വി ആർ ബാക്ക് ഓൺ ട്രാക്ക്. നമ്മുടെ ചാനലിൻ്റെ കാര്യങ്ങളൊക്കെ ആയിട്ട് ഇതെന്താ ചെയ്യേണ്ടത്? ടാറ്റ വരെ പോയാൽ പോരെ, അത്രേ വേണ്ടത്, അത് സീനില്ല. സോ നമ്മുടെ ചാനലിൻ്റെ കാര്യങ്ങൾ പറയുമ്പോൾ ഒരുപാട് നാളായി ഈ വീഡിയോയ്ക്ക് മിക്ക 2 വ്യൂസ് കിട്ടിയാൽ മതി. ഇനി എന്തായാലും നമ്മൾ കിടലായിട്ട് ചെയ്യും, കാരണം ഈ ഒരു സാധനം മേടിച്ചിട്ട് കുറച്ചായി. ഞാനിതിൽ OBS വെച്ചിട്ടാണ് ആദ്യം റെക്കോർഡ് ചെയ്യാമെന്ന് വിചാരിച്ചത്. പക്ഷേ ഒരു ചിന്ന പ്രശ്നം പറ്റി. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ പേരെന്താ, FPS ഭയങ്കര കുറവാണ്. 2 FPS, 2 FPS റെക്കോർഡാവുന്നുണ്ട്. സാധനം റണ്ണാവുന്നുണ്ട്, ഗെയിമൊക്കെ റണ്ണാവുന്നുണ്ട്. ഞാൻ പല ഗെയിമുകളായിട്ടൊക്കെ എടുത്ത് നോക്കിയിട്ടുണ്ടായി. ഇപ്പോൾ ഫാർ ക്രൈ ആയാലും അതിൻ്റെയൊക്കെ പേടിയാണ് നമ്മൾ ഫ്യൂച്ചറിൽ. ഫാർ ക്രൈ 4, 3, അതുപോലെ GTA 4. യെസ്, GTA 4ൻ്റെ ചിലപ്പോൾ അവരുള്ളൂ, കാരണം ഇതിൽ ഇത്തിരി ലാഗ് ഉണ്ട്. റെക്കോർഡ് ചെയ്യുമ്പോൾ ഗെയിം പ്ലേക്ക് ലാഗില്ല, ഞാൻ റെക്കോർഡ് ചെയ്യുമ്പോൾ നമ്മുടെ ഫോണിലെ പോലെ അല്ല ഇത്. ഫോണിലെന്ന് പറയുമ്പോൾ ഫോണിൽ ഗെയിമിൽ ലാഗില്ലെങ്കിൽ അപ്പോൾ റെക്കോർഡിങ്ങിലും ലാഗ് ഉണ്ടാവാൻ ചാൻസ് ഇല്ല. പക്ഷേ ഇതിൽ എന്ന് പറയുമ്പോൾ അങ്ങനെയില്ല, ഗെയിം പ്ലേ ഒക്കെ നല്ല സ്മൂത്തായിരിക്കും. പക്ഷേ റെക്കോർഡിങ് എടുത്ത് നോക്കുമ്പോൾ ഒരുമാതിരി പടങ്ങൾ അങ്ങോട്ടും നീക്കി വെക്കണ പോലെയുണ്ട്. അതുകൊണ്ട് അങ്ങനെ ഒരു ചിന്ന സീനുണ്ട്, വേറെ കുഴപ്പങ്ങളൊന്നും ഇല്ല ബേസിക്കലി പറയുമ്പോൾ. അതാണ് അപ്പോൾ പറഞ്ഞു വരുന്നത്. പക്ഷേ നമ്മൾ ഗെയിമുകളൊക്കെ നമ്മൾ സെറ്റാണ്, കുഴപ്പങ്ങളൊന്നുമില്ല. സ്റ്റോറി ഗെയിമുകളൊക്കെയാണ് കൊടുത്ത് വെച്ചേക്കുന്നത്. അതാകുമ്പോൾ കണ്ടൻറ്റ് ക്ഷാമം വരില്ല എന്തായാലും. അയ്യോ, ടൈം തീരാറായി, ഇല്ല. ഈ ഒരു ട്രെയിലർ ഇട്ട് കഴിഞ്ഞാൽ കുറച്ച് നേരം കഴിഞ്ഞപ്പോഴേക്കാണ് ഞാൻ ഈ ഒരു ഇതൊക്കെ ഇങ്ങനെ റെക്കോർഡ് ചെയ്യണത്. കാരണം അപ്പോഴേക്കൊക്കെ എഡിറ്റ് ചെയ്ത് തീരുള്ളൂ. നാളെ അപ്ലോഡ് ചെയ്യാമെന്നാണെങ്കിൽ മറ്റേ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തും പോയി. അവസ്ഥകൾ വളരെ വലിയ പേരാണ്. അത് തരാട്ടെ, അത് സീനില്ല.
ഓക്കെ, സോ നമ്മളിനി പോലീസിൻ്റെ കളിക്കുന്നതായിരിക്കും. ചേസ് 01. ഡാർക്ക് ഹോഴ്സ്, ലെറ്റ്സ് ഡു ഇറ്റ്. RX-8 ഉണ്ട്, ഇംപ്രസ് ഉണ്ട്. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട വണ്ടി ഇതാ, ഫോർഡിൻ്റെ പോലീസ് ഇൻ്റർസെപ്റ്റർ. ഫൺ ഫാക്റ്റ്, ഈ വണ്ടി ഒരു പോലീസുകാർക്ക് വേണ്ടി മാത്രമായിട്ട് ഉണ്ടാക്കിയൊരു മോഡലാണ്. ഇവർ ഒറിജിനലായിട്ട് ഉണ്ടാക്കിയിട്ടില്ല സത്യം പറഞ്ഞാൽ. അങ്ങനെ എന്തൊക്കെയാണ് ഞാൻ കേട്ടത്. തെറ്റ് ഇൻഫർമേഷൻ എനിക്ക് അറിഞ്ഞൂടാ. കേട്ടത് 5 മിനിറ്റ് റെക്കോർഡിങ് ആവശ്യമില്ല. എൻ്റെ ഫസ്റ്റ് സ്കിപ്പ്. ഓക്കെ, ഒരു RX-8 പിടിക്കണം. RX-8 മാത്രമല്ലല്ലോ, സ്പൈക്ക് 3 ബ്ലോക്ക്. ഒരു മിനിറ്റ്, ഞാൻ ഇതിൻ്റെ കൺട്രോളൊക്കെ മാപ്പ് ചെയ്ത് വെച്ചാൽ എങ്ങനെയാണ് നോക്കട്ടെ. EMP N, ജാമർ, സ്പൈക്ക് K, പിന്നെ EMP N-ഉം K-യും നമുക്കിപ്പോൾ നോക്കിയാൽ മതി. ഓക്കെ, പിന്നെ വേറൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഗെയിമിന് മൗസിൻ്റെ ആവശ്യമില്ല, അതുകൊണ്ട് പിന്നെ വലിയ കുഴപ്പമില്ല. ഓക്കെ, സ്പൈക്ക് K അല്ലായിരുന്നു. ഓക്കെ, അപ്പോൾ ഈ ഒരു കാര്യം മാത്രമല്ല, EMP നമുക്ക് അൺലോക്ക് ആയിട്ടില്ല എന്ന് തോന്നുന്നു. ഓക്കെ, കോൾഡ് ഫോർ സീനില്ല. അവന്മാരിപ്പോഴൊന്നും പോകുന്നില്ല, സീനില്ല. ഓ ശേ, അവന് പകുതിയായി. കോണ്ടാക്റ്റൊക്കെ ചെയ്തു. എനിക്ക് കേടവിടെ കൈ വയ്ക്കുന്നത് കൊണ്ട് ഒത്തിരി പണിയാണ്. ഓക്കെ, അവനെ അടിച്ചിരുത്തിയത് സൈഡിൽ. ഓക്കെ, അവൻ്റെ വണ്ടിന് ഓണാകും ട്രബിൾ ചെയ്യാൻ. അല്ലേ, ഓക്കെ, ഇവനെ നൈസിൽ സൈഡിൽ നിന്ന് കൊണ്ടു കൊടുക്കാം. ബേണൗട്ടിലെ പോലെ ഒറ്റയടിക്ക് തീരില്ലേ ഇവന്മാർ. നാട്ടുകാരമേത്തേക്ക് ഇടുന്നോടാ എന്നെ. ചേട്ട, അയ്യോ, അവൻ്റെ മേത്തേക്ക് ഒരു കൊട്ട് കൊടുക്കായിരുന്നു. ഇവനെന്തൊന്നും പറ്റാത്ത ലാസ്റ്റ് ഒരു കട കഴിഞ്ഞപ്പോൾ പരിപാടി തീരും. ഓക്കെ, യെസ്, കറക്റ്റിന് സ്പൈക്ക് സ്ട്രിപ്പ് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഓക്കെ, പാസ് ആർക്കൈവിടെ ഒന്ന് ബ്രേക്ക് പിടിക്കാം. അപ്പോൾ അവൻ ഫ്രണ്ടിലോട്ട് വന്നു. അവൻ കയറിക്കോട്ടെ. നീ കയറിക്കോടാ കൂട്ടാ. ഇനി ചെന്നിട്ട് പറഞ്ഞു. അതാണ് ഇത്. യെസ്, ഇനി ഒരുത്തനും കൂടി അല്ലേ ഉണ്ട്. ഒരുത്തൻ യവനുള്ളതിപ്പോൾ കൊടുക്കാം. അവനീ പറഞ്ഞാൽ പിന്നിലൊന്നും നിങ്ങൾ ഈ ഗെയിം എത്ര പേര് അറിയുമെന്ന് പറഞ്ഞോളൂ. എന്നാലും ഒന്ന് ആലോചിച്ച് നോക്കാം. 2010 ഇറങ്ങിയ ഗെയിമിൻ്റെ ഗ്രാഫിക്സാണ്. അതാണ് ഞാൻ ഈ നീഡ് ഫോർ സ്പീഡ് എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു സാധനം. എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഫ്രാഞ്ചൈസാണ്. ആൻഡ് ഈ അടുത്ത് ഒരു അറിയിപ്പ് കിട്ടിയായിരുന്നു, അത് നിർത്തലാക്കാൻ പോവാണ് നീഡ് ഫോർ സ്പീഡ്. ആൻഡ് എന്താ പറയാനാ, അത് കേട്ടപ്പോൾ മൊത്തത്തിൽ ഡാർക്കായി. എന്തായാലും അവന്മാരിനി ഫുള്ള് ബാറ്റിൽ ഫീൽഡിലേക്ക് ഫോക്കസ് ചെയ്യാൻ പോകുന്നു. ബാറ്റിൽ ഫീൽഡ് ഗെയിം ഉണ്ടല്ലോ, കഷ്ടം. എന്തായാലും ഓക്കെ, ബൈ ദ വേ നമുക്ക് ഇവിടെ ഡിസ്റ്റിങ്ഷൻ കിട്ടി. ഏതാ? അയ്യോ, എൻ്റെ റിയൽ നെയിം ഇവിടെ കാണിക്കുന്നുണ്ട്. അവിടെ ഒരു പണിയുണ്ട്. SCPD ബുള്ളറ്റ് ന്യൂ യൂണിറ്റ്. ഏതാ വണ്ടി? അല്ല, യൂണിറ്റാണോ? ഓക്കെ, കാറിനാണോ? ജൂലിയ 8C. അല്ല, ജൂലിയ അല്ല, സോറി, വെറും 8C. മസ്റ്റാങ് കെ എന്നല്ല, ബോക്സ്റ്റർ. ഹൈവേ പെട്രോൾ യൂണിറ്റ്സ് നൗ അവൈലബിൾ. SCPD ബുള്ളറ്റിൻ ന്യൂ വെഹിക്കിൾ പ്രൊക്യൂർഡോ?
ഓ TTRSൻ്റെ ഹൈവേ പെട്രോൾ യൂണിറ്റ്. ഓക്കെ, നമുക്ക് ഫ്രീ ഡ്രൈവിൽ കയറാം കുറച്ച് നേരത്തേക്ക്, ചുമ്മാ ഒരു ഫൺ. ആൻഡ് എക്സോട്ടിക്കിൽ പോവാം. എക്സോട്ടിക്കിൽ കാറുകളുടെ ആ ഒരു സൗണ്ടാണ് എനിക്ക് ഈ ഒരു ഗെയിമിൽ ഏറ്റവും ഇഷ്ടമായത്. ഫോർ എക്സാമ്പിൾ നമുക്ക് മെർസിലായിട്ട് എടുക്കാം. അതാദ്യത്തെ സൗണ്ട് രട്ടതല്ലോ എന്നില്ല. ഓക്കെ, 10 PM. ആൻഡ് യെസ്, അറിയാവുന്ന പോലെ മാപ്പിൻ്റെ പേര് സീക്രസ്റ്റ് കൗണ്ടി എന്നാണ്. റൈവൽസിലെ റെഡ് വ്യൂ കൗണ്ടി. ഓക്കെ, സോ ഹിയർ വി ആർ. വണ്ടി ഓണാണോ? വണ്ടി ഓഫാണ്. എന്നിട്ടാണ് ഇതിന് ഇതങ്ങോട്ട് ഓണാക്കുമ്പോൾ ഒരു പ്രത്യേക സൗണ്ട് വരും. മഴയുടെ ആ ഒരു സിമുലേഷനൊക്കെ വരുന്നുണ്ട് കേട്ടോ. ഒരു മഴയുടെ ആ ഒരു ട്രെയിൽസും കാര്യങ്ങളൊക്കെ ഏത് കൊള്ളാം. ഈ ഗെയിം എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള സാധനമാണ്. കാരണം ഈ സാധനം പീക്ക് സാധനം 2010 പറയുമോ കണ്ടു കഴിഞ്ഞാൽ. ഈ ഗെയിം ഇപ്പോൾ കഴിഞ്ഞാൽ ഇറങ്ങിയതാന്ന് പറഞ്ഞാൽ ആരും ചീത്തയൊന്നും വിളിക്കൊന്നുമില്ല. കാരണം ഗ്രാഫിക്സും ഒക്കെ ഒട്ടും ഡേറ്റഡ് അല്ല, അധികം ഡേറ്റഡ് അല്ല ഗ്രാഫിക്സ്. അതാണ് ഇതിൽ ഈ മഴയൊക്കെ ആകുമ്പോൾ ചെറുതായിട്ടൊരു ലാഗ് വരുന്നുണ്ടോ എന്നൊരു സംശയം. പക്ഷേ അത് കുഴപ്പമില്ല, ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യണേ. നമ്മൾ ഈ ഒരു കൊല്ലം ഒന്ന് പാച്ച് ചെയ്ത് വരുന്നതേ ഉള്ളൂ. അടുത്ത കൊല്ലം നമ്മളെല്ലാം അപ്ഗ്രേഡ് ചെയ്യും, PC കാര്യങ്ങളൊക്കെ. എന്താ മഴ! റിയൽ ലൈഫിലും കൊടുക്കാത്ത മഴ. T-Mobileൻ്റെ പടം അതല്ല കേട്ടോ. ഇവിടെ റിയൽ ലൈഫിൽ കൊടുക്കാത്ത മഴ, ഇതിലും കൊടുക്കാത്ത മഴ ഗെയിമിൽ. നല്ല സൗണ്ടാണ് മെയിൻ. ഒരു വ്യത്യാസം ഫീഡ്ബാക്ക് കേട്ടോ. അയ്യോ, ഡ്രിഫ്റ്റ് GT സാരമില്ല. ഓക്കെ, അപ്പോൾ അതായിരുന്നു ഒരു ഇൻട്രൊഡക്ഷൻ. നമ്മൾ ഈ ഒരു ചാനൽ റീസ്റ്റാർട്ട് ചെയ്യുന്നതാണ്. കാരണം ഞാൻ ഈ ചാനൽ നിർത്തിയിട്ട് ആവാൻ ഏറ്റവും വലിയൊരു പ്രശ്നം ഉണ്ടായത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, എൻ്റെ പഴയ ഫോൺ കേടായി. പുതിയ ഫോൺ കാശിന് കൊള്ളാത്തൊരു ഫോണാണ്. അത് ഈ മിറർ സെൽഫിയിൽ ലുക്കുണ്ടെന്നേ ഉള്ളൂ, പെർഫോമൻസ് ഇല്ല, തീരെയില്ല. സോ അങ്ങനെയൊക്കെ ഉള്ള ലേറ്റ് ഓണാക്കണം. സോ അങ്ങനെയൊക്കെ ഉള്ളപ്പോൾ ഈ പറഞ്ഞ കാര്യം ഇത്തിരി ടാസ്ക്കാണ്. അതിൽ ഗെയിം കളിക്കലും റെക്കോർഡ് ചെയ്യലും ഇതിൽ അപ്ലോഡ് ചെയ്യലും എല്ലാം കൂടെ നല്ല ടാസ്ക്കാണ്. അതിൻ്റെ ഇടയിൽ കൂടെ ഞാൻ പറയലും. ഇതിപ്പോൾ പിന്നെ കുഴപ്പമില്ല, ഇതിൽ പിന്നെ അത്യാവശ്യം കുറച്ചൊക്കെ ഗെയിം റണ്ണാവും. മറ്റേതിൻ്റെ പോലെ ഭയങ്കര ലാഗില്ല, അതാണ്. അപ്പം അതുകൊണ്ടൊക്കെയാണ് മെയിനായിട്ട് ഒരു ബ്രേക്ക് എടുക്കാൻ കാരണം. ഇനി അങ്ങോട്ട് റീസ്റ്റാർട്ട് ചെയ്യുമ്പോൾ നമ്മൾ കൺസിസ്റ്റൻ്റ് ആകുമെന്ന് ചോദിച്ചാൽ കുറച്ചൊക്കെ ഇടയ്ക്കൊക്കെ വീഡിയോ വരും, മാസത്തിലൊരിക്കൽ 2 ആഴ്ച കൂടുമ്പോഴോ അങ്ങനെയൊക്കെ. കാരണം അതിനുള്ള സമയമൊക്കെ കിട്ടത്തുള്ളൂ, അല്ലാണ്ട് സമയം കിട്ടത്തില്ല. കാരണം ഇത് എഡിറ്റും കൂടെ ചെയ്യണമല്ലോ, ചുമ്മാ വെറുതെ റെക്കോർഡ് ചെയ്ത് വീഡിയോ ഇട്ടാൽ പോരല്ലോ, എഡിറ്റും കൂടെ ചെയ്യണമല്ലോ. അപ്പോൾ അതിൻ്റേതായ കുറച്ച് ടൈം എന്താ. അപ്പം അങ്ങനെ മൊത്തത്തിൽ ഇതാണ് ഈ ഒരു ടാസ്ക് ഉണ്ട്. പക്ഷേ അതുമാത്രമല്ല, ഇപ്പം ഈ സൗണ്ട് റെക്കോർഡാവുന്നുണ്ടോ എന്ന് എനിക്കറിഞ്ഞൂടാ. ഇതിപ്പോൾ റെക്കോർഡാവുന്നില്ലെങ്കിൽ എനിക്ക് ഇത്ര നേരത്തെ ഒരു ടൈം വേസ്റ്റായി. അത് സീനില്ല, 16 മിനിറ്റ് ആയിട്ടേ ഉള്ളൂ, അപ്പോൾ വലിയ കുഴപ്പമില്ല. ഓക്കെ, സോ ഇന്നത്തേക്ക് ഇത്രയും മതിയല്ലോ. ഒരു ചാനലിൽ ഒരു കിക്ക് സ്റ്റാർട്ട് ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ടുള്ള ഒരു വീഡിയോ ആയിരുന്നു ഇത്. അപ്പോൾ ഓക്കെ, ശരി എന്നാൽ
പുതിയ വീഡിയോകൾ എന്തായാലും വരും. കാരണം വരാണ്ടിരിക്കില്ലല്ലോ, അത്ര തന്നെ. സോ ദാറ്റ്സ് ഇറ്റ് ഫ്രം മീ, സൈനിങ് ഔട്ട്.